ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ, നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെ കുറേ വീഡിയോ ചെയ്യലുണ്ട്. നമ്മളിന്നൊരു പ്രൊഫഷണൽ ടച്ചുള്ളൊരു സാധനം ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഫ്രീലാൻസ് അക്കൗണ്ടൻ്റാണ്. അപ്പം ഇൻകം ടാക്സ്, GST, ഓഡിറ്റ് അങ്ങനത്തെ വർക്കുകളൊക്കെയാണ്. അപ്പം നമ്മളോട് കൂടുതലായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ് ഇൻകം ടാക്സിനെ കുറിച്ചിട്ട്. ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ സമയമാണ്. സോ ആര് ഇൻകം ടാക്സ് ചെയ്യണം, നമ്മൾ ക്യാഷിൽ അക്കൗണ്ടിൽ ഇത്രത്തോളം ഡെപ്പോസിറ്റ് വന്നാൽ ചെയ്യണോ, ഇത്ര വിഡ്രോ ചെയ്താൽ ചെയ്യണോ, അങ്ങനെ കുറേ സംശയങ്ങൾ പലരായിട്ട് എന്നോട് ചോദിക്കാറുണ്ട്. ഇപ്പം റീസെൻ്റ്ലി ഇന്നലെയും കൂടി എന്നോട് എപ്പോഴാണ് ഇത് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്, വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം ഇൻകം ടാക്സ് ആരൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. നോർമലി ഇപ്പോൾ നമ്മൾ വരുമാനം എന്ന് പറയുന്നത് പണ്ടത്തെ കേസുകളിൽ 2,50,000 വരെ, ആദ്യം മുതൽ 2 സ്കീമാണ് ഇപ്പോൾ ഉള്ളത്, ഓൾഡ് ന്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓൾഡിൽ 2,50,000 നെറ്റ് ആദായം എന്ന് പറയുന്നത് എല്ലാ ഇതും കഴിഞ്ഞ് നമുക്ക് 2,50,000 അതിൽ മേലോട്ടോ നമുക്ക് വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് ചെയ്യണം എന്നുള്ളതാണ്. പുതിയ സ്കീം പ്രകാരം അത് 3 ലക്ഷമാണ് പറയുന്നത്, 3 ലക്ഷം അതിൽ മേലോട്ട്. അപ്പം മാറ്റൊന്നുമല്ല, പണ്ടാകുമ്പോൾ 2,50,000 എന്ന് പറയുമ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്ന ഇതാണ്. ഇപ്പോൾ അതിൻ്റെ മണി വാല്യൂ ഒക്കെ മാറി നല്ലപോലെ മാറ്റം വന്നു. സോ അതിൻ്റെ ഒരു വ്യത്യാസം. പിന്നെ പറയുന്നത്, അപ്പം ഒന്നാമത്തെ കേസ് ഇതാണ്, 2,50,000 നിങ്ങൾക്ക് വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3 ലക്ഷം അതിൽ മേലോട്ട് വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന പോലെ ഇൻകം ടാക്സ് ചെയ്യണം. പിന്നെ വരുന്നതാണ് നമ്മളുടെ ബിസിനസ്. നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തോ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ 60 ലക്ഷം വാർഷിക വരുമാനം എന്ന് പറയുന്നത്, വാർഷിക ടേൺ ഓവർ, ഏത് അറ്റാദായമല്ല മൊത്താദായം എന്ന് പറയുന്നത്, മൊത്തം ടോട്ടൽ സെയിൽ എന്ന് പറയുന്നത് 60 ലക്ഷത്തിൽ മേലോട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അയാൾ ഇൻകം ടാക്സ് ചെയ്യണം. ഇനി മൂന്നാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പ്രൊഫഷനാണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, ആർക്കിടെക്ട് ആവട്ടെ, ഈ പറയുന്ന മാതിരി അക്കൗണ്ടൻ്റ് ആവട്ടെ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവട്ടെ, വാട്ടവർ, നിങ്ങൾ 10 ലക്ഷത്തിൽ കൂടുതൽ നിങ്ങൾക്കൊരു വാർഷിക വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. ഈ 10 ലക്ഷം എന്ന് പറയുന്നത് നിങ്ങളുടെ മൊത്ത വരുമാനമാണ്, അതിൽ എക്സ്പെൻസും കാര്യങ്ങളും കുറച്ചിട്ടുള്ള നെറ്റ് ആദായത്തിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഓക്കെ. പിന്നെ പറയുന്നത് നിങ്ങളൊരു ട്രാവലറാണ്. ഇപ്പം കണ്ടമാനം ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്, ഉള്ളതും പെറുക്കി ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ് വളരെ നല്ല പരിപാടിയാണ് കേട്ടോ. ട്രാവൽ ചെയ്യുക എന്നുള്ളത് അതിൻ്റെ സുഖം വേറെ തന്നെയാണ്, നമുക്ക് പിന്നെ പറയാം. അപ്പം ഈ ഫോറിൻ ട്രാവൽ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ, മറ്റൊരു രാജ്യത്തിലോട്ട് ഒന്നോ അതിൽ കൂടുതലോ വാട്ടവർ, ഒരു വർഷത്തിൽ നിങ്ങൾ 2 ലക്ഷത്തിൽ മേലോട്ട് ഇതിന് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പെൻസ് നിങ്ങൾ മുടക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ അടുത്തൊന്നെന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി. ഒരു വർഷത്തിൽ നിങ്ങൾ 1 ലക്ഷത്തിൽ മേലെ കൂടുതൽ ഇലക്ട്രിസിറ്റി ബില്ല് നിങ്ങൾ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന പോലെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. പിന്നെ വരുന്ന ഒരു കേസാണ് TDS, TCS. അറിയാം, TDS എന്ന് പറഞ്ഞാൽ നമ്മളുടെ എംപ്ലോയർ, അല്ലെങ്കിൽ നമ്മൾക്കൊരു പേയ്മെൻറ്റ്, അതിന് ഒരു വലിയൊരു സെഗ്മെൻറ്റ് തന്നെ ഉണ്ട് അതിന്. അപ്പം ഷോർട്ടാക്കിയിട്ട് പറയാൻ TDS, TCS, അതിൽ നിന്നിപ്പോൾ നമ്മൾ വെഹിക്കിളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷത്തിൽ മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് അവരെന്ത് ചെയ്യും, നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങും. പിന്നീട് നമ്മൾ ITR ചെയ്തിട്ട് റിട്ടേൺ എടുക്കുക എന്നുള്ള സ്കീമുകളൊക്കെയാണ്. അപ്പോൾ അത് പ്രകാരം TDS, TCS പ്രകാരം 25,000 കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 25,000 കൂടുതലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് ചെയ്യണം, ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. പിന്നെ വരുന്ന കേസാണ് എന്ത്, നമ്മൾ കറണ്ട് അക്കൗണ്ട്, നിങ്ങളുടെ കറണ്ട് അക്കൗണ്ടിൽ ഒന്നോ അതിലധികമോ കൂടുതൽ കറണ്ട് അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ ആനുവലി 1 CR മേലോട്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. ഇനി അത് കറണ്ട് അക്കൗണ്ട് കേസാണ് പറയുന്നത്. സേവിങ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നോ അതിലധികമോ ഒന്നിൽ കൂടുതൽ സേവിങ് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിൽ ഈ പറയുന്ന പോലെ കറണ്ട് അക്കൗണ്ടിൽ 1 CR ആണ് പറഞ്ഞതെങ്കിൽ സേവിങ് അക്കൗണ്ടിൽ 50 ലക്ഷം ത്തിന് മേലോട്ട് ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിന് നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ സെക്ഷനുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ബാക്കൗട്ട് ഇൻകം ടാക്സ് ആവട്ടെ, GST ആവട്ടെ, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസൾട്ടിങ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രൊഫഷണലി ഉള്ള കാര്യങ്ങളിലോ വർക്ക്, ഇൻകം ടാക്സ്, GST, അക്കൗണ്ട്സ്, ഓഡിറ്റ് അങ്ങനെ കാര്യങ്ങളിലൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളുടേതായ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടുണ്ട്. ടാക്സ് ഫിക്സ് ബിസിനസ് ക്ലിനിക്ക് എന്ന് ആണ് അതിൻ്റെ പേര്. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിലും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പം എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട, കൂടെ. ഓക്കെ, ബൈ.